ഹലോ കൂട്ടുകാരെ, നോവ ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി അടുത്ത് വരാനിരിക്കുന്ന 3.9 അപ്ഡേറ്റ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ കൊളാബറേഷനായിട്ട് വരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അടുത്ത 3.9 അപ്ഡേറ്റിൻ്റെ ഫസ്റ്റ് ബാച്ച് അപ്ഡേറ്റ് നമ്മുടെ ബീറ്റ വെർഷനിൽ വന്നിട്ടുണ്ട്. നമ്മളിന്ന് ആ ഒരു അപ്ഡേറ്റിനെ പറ്റിയും അതുപോലെ തന്നെ 3.9 വരാനിരിക്കുന്ന നമ്മുടെ മെയിൻ ഇവൻറ്റും അതേപോലെ കുറച്ച് ഇൻഫർമേഷൻസിനെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്തതിന് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ 3.9 അപ്ഡേറ്റ് വരാനിരിക്കും നമ്മുടെ സ്പോൺ ഐലൻഡിൻ്റെ ഇൻ്റർഫേസ് കാണാൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ഫൈറ്റിന് അരേറെ ഉള്ള ഒരു സ്ഥലം പോലെയാണ് ഒരു ബിൽഡിംഗ് ഒക്കെ കെട്ടി വെച്ചേക്കുന്നത്. നമുക്ക് പുതുതായിട്ടൊരു ഓവർ ബോർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ബോർഡ് നമുക്ക് സ്പോൺ ഐലൻഡിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് മാച്ചിനകത്ത് കിട്ടുമില്ല എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. കൂട്ടുകാരെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഇവൻറ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിയോൺ ടൗൺ എന്നാണ് നമ്മുടെ പുതിയ ഇവൻറ്റിൻ്റെ പേര്. ഇതാണ് നമ്മുടെ ഇവൻറ്റിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെറിയ ഐലൻഡ് പോലെയാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. സംഭവം കാണാനൊക്കെ നല്ല രസമായിട്ട് തന്നെ ഉണ്ട്. നമ്മുടെ മെയിൻ ഇവൻറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു ഗാലക്സി വൈബാണ് ഈ ഒരു ഇവൻറ്റിന് ചുറ്റും കാണുന്നത്. അതായത് ആകാശം മുഴുവനായിട്ട് നമ്മുടെ ഒരു സ്പേസിനകത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത്, ഒരു സ്പേസ് സ്റ്റേഷൻ എങ്ങനെയാണോ അതേപോലെയാണ് ഏകദേശം നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ബേസ് പോലെയാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ സ്പോണിൻ്റെ ഉണ്ടായിരുന്ന ഓവർബോർഡ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഓവർബോർഡ് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ റൈഡ് ചെയ്യാവുന്നതാണ്. ബീറ്റ വെർഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കാണുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും അത്യാവശ്യം ലൂട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പം മെയിൻ ഇവൻറ്റിൽ ഇറങ്ങുന്നവർക്കൊക്കെ അത്യാവശ്യം ലൂട്ടിന് ക്ഷാമമില്ലാതെ ലൂട്ടൊക്കെ കളക്ട് ചെയ്യാവുന്നതാണ്. ഇവൻറ്റിൻ്റെ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പോർട്ടൽ പോലെ ഒരു സംഭവമുണ്ട്. ഈ ഒരു പോർട്ടലിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ വേറൊരു സ്ഥലമാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് ഇതേപോലെ എൻട്രി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ബിൽഡിങ്ങിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തോക്കും കാണത്തില്ല, ബാഗൊന്നും കാണത്തില്ല, ഹീലിങ്സോ ഒന്നുമില്ല. ജസ്റ്റ് ഇവിടെ ഇതേപോലെ കുറച്ച് പാനും അതുപോലെ വേറെ കുറച്ച് നമ്മുടെ ഈ ഓവർബോർഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റങ്ങളാണ് ഇവിടെ ഇട്ടേക്കുന്നത്. പിന്നെ സെൻട്രൽ ഒരു റെഡ് ബോക്സ് ഉണ്ട്. ഈ ഒരു ബോക്സിന് ടൈമറുണ്ട്. ടൈമർ കഴിയുമ്പോൾ എന്താണെന്ന് അറിയാം. സൈഡിലൊക്കെ ഡാമേജ് ഉണ്ട്. അതിൻ്റെയൊക്കെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തൊക്കെ പോകുന്ന കാണാൻ സാധിക്കും. ഇത് നമ്മുടെ റോക്കറ്റ് പില്ല തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തലോണ മിസ് ചെയ്തവർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യും കൂട്ടുകാരെ. അത് തിരിച്ച് റിട്ടേൺ വരികയാണ്. ഇതെന്നതാ കുബൂസിൻ്റെ ഷവർമയുടെ ഹൈബ്രിഡ് ആണോ കയ്യിലിരിക്കുന്നത്? എന്തോ ഒരു കോല് പോലത്തെ ഒരു സാധനമാണ്. ഗൈസ്, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മീലി ബാറ്റിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു പോർട്ടലിനകത്തോട്ട് എൻ്റർ ആവുന്നവർക്ക് ഇവിടെ മീലി ഫൈറ്റ് ആയിരിക്കും ഒരു പർട്ടിക്കുലർ ടൈം വരെ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗണ്ണ് കയ്യിൽ വരുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് മീലി ഫൈറ്റ് ഉള്ളതുകൊണ്ടായിരിക്കണം ഇവിടെ പില്ലോയും ഇതേപോലെ പുതിയ ഡ്രം സ്റ്റിക്ക് പോലത്തെ സാധനങ്ങളും പിന്നെ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. ഓക്കെ, നമ്മുടെ സെൻറ്റർ ബോക്സിലായിട്ട് ഇവിടെ ലൂട്ട് നോർമലായിട്ടുള്ള ലൂട്ടൊക്കെ തന്നെയാണ്. സ്പെഷ്യലായിട്ടൊന്നും ഇല്ല ഇവിടെ. കുറച്ച് പുതിയ ഐറ്റംസ് ഒക്കെ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കിനി അടുത്തടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. കാരണം ഇത്തവണ നമ്മൾ മെയിനായിട്ടുള്ള ഇവൻറ്റിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് അടുത്തടുത്ത സാധനങ്ങളെ പറ്റിയുള്ള വീഡിയോസ് നമുക്ക് അടിക്കടി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആ ഇൻഫർമേഷനെ പറ്റിയൊക്കെ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. മാക്സിമം ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മുടെ ഇവൻറ്റിൻ്റെ മിനി മാപ്പ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ഇവൻറ്റിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ സെൻറ്ററിലായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫൈറ്റിംഗ് ഏരിയനെ പോലെയാണ് ഇട്ടേക്കുന്നത്. ഇവിടെ ഒരു ഫൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹോളോഗ്രാം ഫിഗറൊക്കെ ഇന്ന് ഇതേപോലെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. സംഭവം പുള്ളിക്കാരൻ പഞ്ച് ചെയ്യുന്നതാണ്. ഇത് ബാക്ക് വ്യൂ ആണ് കേട്ടോ. അപ്പുറത്താണ് ഫ്രണ്ട് സൈഡെന്ന് തോന്നുന്നു. സംഭവം കാണാൻ നല്ല രസമുണ്ട്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് സംഭവം ചെയ്തു വെച്ചേക്കുന്നത്. ഈ ഒരു സെൻട്രൽ അനേരിയയുടെ മുകളിലായിട്ടാണ് നമ്മുടെ ആ ഒരു മെയിൻ ഈ ലൂട്ട് ഏരിയ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു ക്രേറ്റ് വർക്കുമ്പോൾ P90 MG3 ഒക്കെ കിട്ടത്തില്ലേ, ആ ഒരു ലൂട്ട് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് ഈ ഒരു ഡിസൈൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിന് മുന്നേ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഈ കഴിഞ്ഞ 2 ഇവൻറ്റിന് മുന്നേ ഉള്ള ഇവൻറ്റിൽ ഇതേ സെയിം എക്സാക്റ്റ് ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്. അത് ഏത് ഇവൻ്റ് ആണെന്നും അതെങ്ങനെയുള്ളതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ കൂട്ടുക. ഓക്കെ, നമ്മുടെ മെയിൻ കോർ ഇരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ഈ ഒരു കമ്പ്യൂട്ടറിനടുത്തേക്ക് വന്നിട്ട് ഇതേപോലെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ കോർ ആക്ടിവേറ്റ് ആവുന്നതാണ്. 4 സൈഡിൽ നിന്ന് ടെസ്ല വരുമ്പോൾ ഒരു ആനിമേഷനൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് ഇവിടെ ഒരു സെൻട്രൽ കോർ ആക്ടിവേറ്റ് ആവുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇത് നമ്മുടെ സ്റ്റാച്ചു ഒക്കെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പവർഫുൾ ഗൺസൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുന്നത്. പക്ഷേ സെൽഫൈഡ് കാണാനില്ല. ഇവിടെ എവിടെയെങ്കിലും കാണും, നോക്കാം. ഇവിടെ നിന്ന് ഒരു സാൻഡ്വിച്ച് പോലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. സംഭവം സാൻഡ്വിച്ചാണോ ബർഗറാണോ? ബർഗർ എന്നാണ് തോന്നുന്നത്. ഇവിടെ 2-3 ഉണ്ട്. ഈ ഒരു ബർഗർ എന്തിനാണെന്ന് പറഞ്ഞുതരാം. ഇതേപോലെ നമ്മുടെ സ്റ്റാച്ചു ഇരിക്കുന്ന സ്ഥലത്തായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ 4 ഇതേപോലെ സ്റ്റാച്ചു പ്ലേസ് ചെയ്യുന്ന സ്ഥലം കാണാനായിട്ട് സാധിക്കും. ഇനി തോന്നുന്നത് ഇവിടെ പെട്ടി തുറക്കുന്ന ടീമിൻ്റെ മുഴുവനായിട്ടുള്ള ആ ഒരു സ്ക്വാഡിൻ്റെ ഇതായിരിക്കും ഇവിടെ വരുന്നത്.
DK Nova White. ഇത് എൻ്റെ ഞാൻ മാത്രമേ തുറന്നിട്ടുള്ളതുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ ടീമായിട്ടുള്ളതായിരിക്കും വരുന്നത്. ഇവിടെ സെൻട്രൽ റീകോളിൻ്റെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ, അത് നൈസാണ്. ഇവിടെ തന്നെ നമ്മൾ റീകോൾ ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമേറ്റിനെ ഇതിനകത്തോട്ട് റീകോൾ ചെയ്ത് വരുത്താം. ഞാനിപ്പോൾ സോളോ ആണ് വരാത്തത്. ഇപ്പോൾ ഇവിടെ ഒരു റീകോളിൻ്റെ ഓപ്ഷൻ ഉള്ളത് നല്ല കാര്യം തന്നെയാണ്. സെൻട്രൽ ബിൽഡിങ്ങിൽ ഒരു റീകോൾ വെച്ചത് നല്ല കാര്യമാണോ അല്ലെന്നുള്ള കമൻറ്റ് ചെയ്യുക കൂട്ടുകാരെ. നമ്മുടെ മെയിൻ ഇവൻറ്റിൻ്റെ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഒരു ഡേ ആയിട്ടുള്ള ഷെയ്ഡാണ്. അതായത് നമ്മുടെ നോർമലായിട്ടുള്ള ഒരു സ്കൈ സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഓവർബോർഡ് സീനാണ് കേട്ടോ. ഈ ഒരു സാധനത്തിൽ ഇതേപോലെ റൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഇതേപോലെ പെട്ടെന്ന് തന്നെ പോകാനായിട്ടൊക്കെ പറ്റും ഒരു സ്ഥലത്ത് നിന്ന്. നമ്മുടെ നിംബസ് ക്ലൗഡ് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഓവർബോർഡിന് ടൈം കുറച്ചും കൂടെ ഡ്യൂറേഷൻ കിട്ടുന്നതാണ്. അതുമാത്രമല്ല ജസ്റ്റ് ഒരു 16 സെക്കൻഡ് മാത്രമേ കൂൾ ഡൗൺ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇത് ശ്രദ്ധിച്ചായിരുന്നു ഇവിടെ നടന്നത്. അതായത് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ കറക്റ്റ് വെളിയിൽ നിന്നപ്പോൾ ഡേയും അതേപോലെ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് പോയപ്പോഴത്തേനും നമ്മൾക്ക് വീണ്ടും ആ ഒരു ഗാലക്സി വൈബ് വരുന്നതാണ്. അതായത് ഈ ഒരു ഇവൻറ്റിൻ്റെ ഒരു സൈഡ് മാത്രമേ ഈ ഒരു ഗാലക്സി സൈഡ് വർക്കാവത്തുള്ളൂ. തൊട്ടപ്പുറത്തെ സൈഡ് എന്ന് വെച്ചാൽ ഫുൾ ഒരു ഡേ വെർഷൻ ആയിരിക്കും. നമ്മുടെ ഇൻ്റർസ്റ്റെല്ലാർ സിനിമ കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു എന്താ പറയാനാണ്, എന്തോ ഒരു ഓറ പോലത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. സംഭവം ഈ ഒരു ഗാലക്സി ഷെയ്ഡ് കാണാനായിട്ട് ഒരു പ്രത്യേകതരം വൈബാണ്. ഇങ്ങനെ ഇവിടെ നിന്നുണ്ടെങ്കിൽ ഒരു കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. നമ്മുടെ ഓവർബോർഡ് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ചെറിയ മെറ്റീരിയൽ ഇവിടെ ഉണ്ട്. ഈ ഒരു സാധനം ഇതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ കളക്ട് ചെയ്ത് വെച്ചേക്കുക. എൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒരു ചൈനീസ് വെർഷനാണ് എഴുതിയേക്കുന്നത്. അപ്പം ഈ ഒരു സാധനം കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് അപ്ഗ്രേഡ് ആവുന്നതാണ്. ഇതേപോലെ നമുക്ക് ഒരു സൈഡ് ഇതേപോലെ ക്ലിയർ ആയി. ഇതേപോലെ 2 കട്ടയുണ്ട്. ഈ 2 എൻജിൻ കോർ പോലത്തെ സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ഓവർബോർഡ് നിലയായിട്ട് നമുക്ക് നല്ല രീതിക്ക് ജമ്പ് ചെയ്യിക്കാനും കുറച്ചൊക്കെ വേഗത്തിൽ സഞ്ചരിക്കാനും പറ്റും. കൂട്ടുകാരെ, നമ്മൾ നേരത്തെ സെൻറ്ററിൽ നിന്ന് കളക്ട് ചെയ്ത ആ ഒരു ബർഗർ അത് തിന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എനർജി ബാർ ഇതേപോലെ ഫുള്ളാവുന്നതാണ്. സംഭവം നമ്മുടെ അഡ്രലൈനെ പോലെയാണ്, പക്ഷേ ഇത് അഡ്രലൈനേക്കാൾ ഫാസ്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. കൂട്ടുകാരെ, നമ്മുടെ ഓവർബോർഡിൻ്റെ കാര്യത്തിലേക്ക് വന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സ്പ്രിൻ്റ് അടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ സംഭവം നൈസായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. ഇവിടെ ഫ്രണ്ടിൽ മാത്രം ഒരു തിളക്കം കാണാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ആദ്യത്തെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തിന് നമുക്കൊരു ഷീൽഡ് കിട്ടുന്നതാണ്. ഇതേപോലെ അതായത് വെളിയിൽ നിന്ന് ഷൂട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ടുള്ള ഒരു ഷീൽഡാണിത്. ഇനി നമ്മുടെ ഓവർബോർഡിൽ തന്നെ നമുക്കൊരു ജമ്പ് ഓപ്ഷനുണ്ട്. ഇതേപോലെ ജമ്പ് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്വേ സർഫസിലൊക്കെ ജമ്പായി പോകുമ്പോൾ തന്നെ നൈസായിട്ട് ഇവിടെ ഇരുന്ന് തന്നെ ഇതേപോലെ ജമ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സാധനത്തിൽ ഇതേപോലെ നമ്മൾ എത്രത്തോളം ഹൈറ്റിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സാധനത്തിൻ്റെ മേലെ കയറിയിട്ട് ഇതേപോലെ ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ജമ്പായി പോകുന്നതാണ്. ഉറപ്പായും അടുത്ത അപ്ഡേറ്റിൽ ഈ ഒരു ഓവർബോർഡ് എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ് ആവുന്നു. നല്ല ഉറപ്പാണ് കൂട്ടുകാരെ. നിങ്ങൾക്ക് എന്തുമാത്രം ഈ ഒരു ഓവർബോർഡ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കൂട്ടുകാർ. കൂട്ടുകാർ, നമ്മുടെ മെയിൻ ഇവൻറ്റിനകത്ത് തന്നെ ഇതേപോലെ ഒരു കുഞ്ഞ റോബോട്ട് കൂട്ടനുണ്ട്. സംഭവം ഇത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ 3.0 എന്നാണ് തോന്നുന്നത്. സംഭവം ആശാനാണെങ്കിൽ ഏകദേശം നമ്മുടെ വാൾ ഈ സീരീസ് കണ്ടവർക്കറിയാം, ആ ഒരു സിനിമയ്ക്കകത്തുള്ള ഒരു ടൈപ്പ് റോബോട്ടാണ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ആ 2 കുഞ്ഞു കണ്ണുകളും നല്ല ഒരു കൈയൊക്കെ കറങ്ങുന്നത് നല്ല രസമുണ്ട്. പിന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ആവുന്നുണ്ട്. ഇത് പൊട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. അതേ കേസ് ഇത് പൊട്ടുന്നുണ്ട്. പൊട്ടിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ലൂട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. സംഭവം കൊള്ളാം കേട്ടോ. ഇവർ നല്ല രീതിയിലൊരു അപ്ഡേറ്റ് തന്നെ കൊണ്ടുവന്നേക്കുന്നത്. ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്. ഇനി വരുന്ന അപ്ഡേറ്റിൽ ഇനിയും കുറേ സാധനങ്ങൾ ആഡ് ആവുമെന്നാണ് തോന്നുന്നത്. ആ ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാനായിട്ട് നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടെ തന്നെ എനബിൾ ചെയ്യുക. മാച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാർ, നമ്മുടെ മാച്ചിനിടയിൽ ഇതേപോലെ ഇടയ്ക്ക് ഒരു എയർ ഡ്രോപ്പിൻ്റെ സിമ്പൽ ഇട്ടിട്ട് ഇപ്പോൾ ബാച്ച് 16 എന്നാണ് ഇട്ടേക്കുന്നത്. സംഭവം ഒരു പ്രോപ്പറായിട്ടുള്ള പേര് കിട്ടിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കാണിച്ചു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ആ ഒരു മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 എയർ ഡ്രോപ്പ് കാണാനായിട്ട് സാധിക്കും. ശരിക്കും ഈ ഒരു എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു കീ ആണ്. അത് എന്താണെന്നുള്ള വഴിയെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യത്തെ എയർ ഡ്രോപ്പിൻ്റെ സിമ്പിൾ കാണിച്ചിരിക്കുന്ന സ്ഥലത്തായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയപ്പോഴും അവിടെ സാധാരണ ഒരു ഡ്രോപ്പ് വരുമ്പോഴാണ് തോന്നിയത്. ശരിക്കും ഈ ഒരു ഡ്രോപ്പ് വന്നതിന് ശേഷമാണ് ഒരു കിടില സംഭവം നടന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഈ ഒരു ഡ്രോപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനകത്തുനിന്ന് വെറും സാധാരണ ലൂട്ടാണ് കിട്ടിയത്. ശരിക്കും ആ ഒരു പാച്ച് ഒന്ന് കിട്ടുന്നപ്പോൾ ഞാനും വിചാരിച്ചു എന്താ സംഭവമാണെന്ന്. കുറച്ച് കഴിഞ്ഞ് മാപ്പിലേക്ക് സൂം ചെയ്ത് നോക്കിയപ്പോഴത്തേനും അതുവരെ ഇല്ലായിരുന്നൊരു സംഭവം ഞാൻ അതിനകത്ത് കണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ പോയി നോക്കാം. കൂട്ടുകാരെ, നമ്മളങ്ങനെ ആ ഒരു മാപ്പിൽ എന്താണോ കണ്ടത് ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേനും കണ്ടത് വേറൊരു കിടിലൻ സംഭവമാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇവിടെ നമ്മുടെ മെഗട്രോൺ നിപ്പുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ആദ്യത്തെ ട്രാൻസ്ഫോമേഴ്സിലെ വില്ലനായിട്ടുള്ള നമ്മുടെ ആ ഒരു മെഗട്രോണാണ് ഇവിടെ നിൽക്കുന്നത്. സംഭവം വേറെ ലെവൽ രീതിയിൽ തന്നെയാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. ഒരു ഒറിജിനാലിറ്റി ഉള്ള ഒരു റോബോട്ടിനെ പോലെ തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. കാണാൻ തന്നെ നല്ല രസമായിട്ടുണ്ട്. അടുത്ത ഒന്ന് ഡ്രൈവ് കൊടുത്തപ്പോൾ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. സംഭവം ഇതിൻ്റെ ഒരു എൻ്റെ ഒരു ഡിഫറെൻറ്റ് വ്യൂ തന്നെയാണ്. വേറൊരു ലെവലെന്ന് തന്നെ പറയാമല്ലോ. നമ്മുടെ ഒരു ഫ്ലൈറ്റൊക്കെ ഓട്ടിക്കും പോലത്തെ ഒരു വ്യൂ ആണ് ഇതിനകത്തോട്ട് വരുന്നത്. സംഭവം ഓടുമ്പോൾ ആശാനാണ് ഇത്തിരി ഇഴയും പോലെ തോന്നുന്നത് കേട്ടോ.
പക്ഷെ കൊള്ളാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. അതെ, ടാർഗറ്റൊക്കെ കാണുന്നിടത്താണെങ്കിൽ ഇതേപോലെ ഒരു റെഡ് കളറിലുള്ള ഒരു ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. സംഭവം അറ്റാക്ക് ആകുമ്പോൾ എന്തോ ഒരു ഇലക്ട്രിക് ഷോക്ക് പോലത്തെ ഒരു സാധനം പോവുകയാണ്. അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വാവ്, ട്രാൻസ്ഫോം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നൈസായിട്ട് തന്നെ ഒരു ടാങ്കർ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് ട്രാൻസ്ഫോമേഴ്സ് കണ്ടിട്ടുള്ളവർക്കറിയാം, അതിനകത്തുള്ള നമ്മുടെ മെഗട്രോണാണിത്. നമ്മുടെ പേലോഡിലെ ടാങ്കർ ഓടിക്കുന്നതിനേക്കാളും നല്ല സ്ലോ ആയിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ടാങ്കർ പോകുന്നത്. പക്ഷേ നല്ല രസമുണ്ട് ഓടിക്കാനായിട്ട്. ഇതിന് നല്ല കപ്പാസിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ താഴെ ഒരു നീല ബാർ ഇട്ടേക്കുന്നതാണ് ഈ ഒരു ടാങ്കറിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. അത് 2 ഹെൽത്ത് ഉണ്ട്, ടാങ്കറിൻ്റെ ഹെൽത്തും ഉണ്ട്, അതുപോലെ നമ്മുടെ ഒരു പ്രൈം വെർഷനിലുള്ള ആ ഒരു ഹെൽത്തും ഉണ്ട് റോബോട്ടിൻ്റെ. അപ്പം സംഭവം വന്നിട്ട് ഇതിൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ട്രാൻസ്ഫോമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ ഒരു 2 നമുക്ക് ഒരേപോലെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ, ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ. ആ ഒരു ഇത് നോക്കിയാൽ അതുകൊണ്ട് ഈ ഒരു ഇതിന് തനിയായിട്ട് നമുക്കൊരു നീല കളറിലൊരു ബാറാണ്. അതായത് ഈ 2 ഫോമിലും നമുക്ക് ഫൈറ്റ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിവിടെ ഒരു ബോട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു ബോട്ടിനെ കില്ല് ചെയ്യാൻ പറ്റുമോ നോക്കാം ഇത് വെച്ചിട്ട്. കൂട്ടുകാരി, ഇത് എനിക്ക് എയിം ഇല്ലാത്തതുകൊണ്ടല്ല സംഭവം. ഞാൻ ഈ ഒരു റെഡ് മാർക്ക് വരുന്ന കണ്ടിട്ട് ഇഷ്ടംപോലെ വട്ടം ഞാൻ ഈ ഒരു ബോട്ടിനെ അടിച്ചു നോക്കി. സംഭവം ഈ ഒരു ബോട്ട് വീഴുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു വേർഷൻ മാറിയിട്ട് നമ്മുടെ ടാങ്കർ മോഡിലോട്ടൊന്ന് മാറാൻ പോവുകയാണ്. ഇനി ടാങ്കർ മോഡിലോട്ട് മാറിയിട്ട് ഇതിനെ കൊല്ലാൻ പറ്റുമെന്ന് നോക്കാം. ടാങ്കർ മോഡിലോട്ട് മാറിയപ്പോഴത്തേനും നമുക്ക് ഇതേപോലെ ഫ്രണ്ടിൽ അടിക്കാനായിട്ട് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇതിലിരുന്ന് ഫയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഞെക്കി പിടിക്കണം കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷമേ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സിംഗിൾ ടാപ്പ് അല്ല സംഭവം. എയിം ലോക്ക് ചെയ്തിട്ട് ഇതേപോലെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാലേ ഫയർ ആവത്തുള്ളൂ. ഓക്കെ, അപ്പം ഡാമേജ് പോകുന്നുണ്ടോയെന്ന് അറിയത്തില്ല കൂട്ടുകാരെ. അങ്ങനെ അവസാനം ഒരുപാട് പരിശ്രമത്തിന് ശേഷം ഞാൻ അവസാനത്തെ ഒരു ബ്ലാസ്റ്റിൽ ആ ഒരു ബോട്ടിൻ്റെ കഥ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ബോട്ടിനെ നമ്മൾ ഷൂട്ട് ചെയ്ത് തീർത്തപ്പോൾ എൻ്റെ ടാങ്കിൻ്റെ എൻജിൻ ഡാമേജ് പകുതിയായിട്ടുണ്ട്. അതായത് ശരിക്കും ഓവർ പവേർഡായിട്ട് നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഹെൽത്തിന് ക്ഷാമം വരുമെന്നാണ് തോന്നുന്നത്. തിരിച്ച് നമ്മൾ റോബോട്ടിൻ്റെ വേർഷനിലോട്ട് മാറിയപ്പോഴത്തേനും നമുക്ക് വേറെ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതെ, പയ്യെ ഹെൽത്ത് റീജനറേറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ടൈമിൽ ഹെൽത്ത് പോയാലും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഹെൽത്ത് കയറുന്നുണ്ട്, ഹീലാവുന്നുണ്ട്, ഓട്ടോ ഹീലിംഗ് ഉണ്ട്. കൂട്ടുകാരെ, അടുത്തായിട്ട് നമ്മൾ ഇനി നമ്മുടെ നായകനെ കാണാനായിട്ട് പോവുകയാണ്. നമ്മുടെ വില്ലനെ പറ്റിയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ആശാനെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നും എത്തത്തില്ല. ഇനി നമ്മുടെ പ്രൈം സാറിനെ പോയി നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് നമ്മുടെ പ്രൈമിനെ കൂടെ എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ടാങ്കറിൻ്റെ ആ ഒരു ഔട്ട്ലുക്കും കൂടെ നോക്കിക്കോളൂ കൂട്ടുകാരെ. വേറെ ലെവലിലാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. നല്ല രക്ഷയില്ലാത്ത ഡിസൈനാണ്. പക്ഷേ ഈ ഒരു സാധനം കൊണ്ട് നിങ്ങൾ ട്രാൻസ്ഫോമറിൻ്റെ കൂടെ ഫൈറ്റ് എടുക്കുന്നതല്ല. ദയവ് ചെയ്ത് എനിമിയെ കൊല്ലാനൊന്നും നിൽക്കരുത്. നിങ്ങൾ ജന്മത്തെ അടിച്ചാൽ എനിമി വീഴത്തില്ല കൂട്ടുകാർ. ഓക്കെ കൂട്ടുകാർ, നമ്മൾ പ്രൈമിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൈം സാർ. ആ ഒരു നിപ്പ് കണ്ടായിരുന്നോ? നമ്മുടെ ഫസ്റ്റ് ട്രാൻസ്ഫോമറാണ് ഈ നിൽക്കുന്നത്. പ്രൈം ഒരു രക്ഷയില്ലാത്ത പ്രൈമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കൂട്ടുകാരെ. അതിൻ്റെ വലുപ്പം തന്നെ നോക്കിയേ. ഡ്രൈവ് കൊടുത്തിട്ട് കയറിയപ്പോഴത്തേനും ഇത് നമ്മുടെ നേരെ മെഗട്രോണിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. നല്ല സ്പീഡിൽ ആശാൻ ഓടുന്നുണ്ട്. അതും ട്രാൻസ്ഫോമർ ഫോമിൽ വേറെ ലെവലായിട്ടാണ് ഈ പുള്ളി ഓടുന്നത്. നമുക്ക് ഇതേപോലെ ഈ കയ്യിലിരിക്കുന്ന ആക്സ് വെച്ചിട്ട് നല്ല സ്പീഡിൽ ലെവൽ അറ്റാക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നല്ലൊരു കിടിലൻ സംഭവം തന്നെയാണ്. നമ്മുടെ കഥാനായകൻ നമ്മുടെ വില്ലനെ കാണുമ്പോഴത്തേനും എന്തായിരുന്നാലും ഒരു ക്ലാഷ് നടക്കേണ്ടതാണല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ വില്ലനെ കഥാനായകനെ അടുത്തടുത്ത് എത്താറാവുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ചെറിയ അലാറം പോലൊരു സാധനം അടിക്കുന്നതാണ്. ആ ഒരു അലാറം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മേളിലൊരു മഞ്ഞ ബാർ ഫില്ലാന്ന് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാരിയർ ഇതേപോലെ ആക്ടിവേറ്റ് ആവുന്നതാണ്. എൻ്റെ മോനെ, ഏതാ ആ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ കണ്ടായിരുന്നോ? വേറെ ലെവൽ രീതിയിലാണ് ആ ഒരു ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നായകനും വില്ലനും ഒരേ സ്ഥലത്തുണ്ട്. 2 വെഹിക്കിൾ വെർഷനിലാണ്. ഈ ഒരു ബാരിയറിനകത്ത് വേണം നിങ്ങൾ ഫൈറ്റ് എടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് 2 പേർക്കും 2 റോബോട്ട്സിനെ വെച്ച് ഇതേപോലെ ഫൈറ്റ് എടുക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റോബോട്ടിൻ്റെ ഹെൽത്തും അതേപോലെ നിങ്ങളുടെ എനർജി അതേപോലെ കാണിക്കുന്നതാണ് സംഭവം. ഇതേപോലെയാണ് നമ്മുടെ ഒപ്റ്റിമസ് പ്രൈം ട്രാൻസ്ഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ മോനെ, സീനാണ്. നേർക്ക് 2 റോബോട്ട്സും നമ്മൾ ഫൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ ഒപ്റ്റിമസ് പ്രൈമിൻ്റെയും ആ ഒരു എന്താ പറയാനാണ്, ആ ഒരു പ്രൈം ടൈമിലെ ഫൈറ്റ് നമുക്ക് തിരിച്ച് റീക്രിയേറ്റ് ചെയ്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീലിൽ കിട്ടത്തില്ല. എന്നാലും മാക്സിമം നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഓക്കെയാണ്. എന്നാലും ആ ഒരു എഫേർട്ട് അവരെടുത്തേക്കുന്ന എഫേർട്ട് നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. എനിമിയെ കൊല്ലുന്ന കാര്യത്തിൽ നമ്മുടെ ഒപ്റ്റിമൈസും വീക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ അവിടെ കുറേ നേരം കൊണ്ട് ആക്സ് ഇട്ട് ആ ഒരു ബോട്ടിനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു വെട്ട് പോലും കൊണ്ടിട്ടില്ല, ഡാമേജ് പോലും കയറിയിട്ടില്ല. അപ്പം എനിമിയെ കൊല്ലുന്ന കാര്യത്തിൽ ഇവർ രണ്ടുപേരും വീക്കാണ്. നേർക്ക് ഇവർ രണ്ടുപേരും നിർത്തിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള വിഷ്വൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വരുന്നത് കൂട്ടുകാരെ. ഇതാണ് നമ്മുടെ മെഗട്രോണും ഒപ്റ്റിമസ് പ്രൈമും നമുക്ക് നേർക്ക് നിന്നുള്ള വ്യൂസ് എന്ന് പറയുന്നത്. എനിമിയും നമ്മുടെ ആ ഒരു പ്രൈമും കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇത് എനിക്കിതുവരെ കിട്ടില്ല. കാരണം എൻ്റെ ഇവിടെ കളിക്കാനായിട്ട് ഒരു ടീമേറ്റ് ഇല്ല ബീറ്റയിൽ. കാരണം ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ആ ഒരു ഇത് ഷോട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ കുഴപ്പമില്ല, ഓക്കെയാണ്. എന്തായാലും നമ്മുടെ മാച്ചിൽ വരുമ്പോഴത്തേനും, നമ്മുടെ റിയൽ ഗ്ലോബലിൽ വരുമ്പോഴത്തേനും വേറെ ലെവലായിരിക്കും എന്തായാലും 100% ഉറപ്പാണ്. ഈ ഒരു മോഡായിട്ട് നിൽക്കുന്നതിന് ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട് കേട്ടോ. ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് മേളിലാണെങ്കിൽ നമ്മുടെ ആ ഒരു റോബോട്ടിൻ്റെ ഒരു നീല ബാർ കാണിച്ചിട്ട് ഒരു ടൈമർ ഓടുന്ന കാണാനായിട്ട് സാധിക്കും. ആ ഒരു ടൈമർ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ 2 റോബോട്ടും കാണാതെ പോകുന്നതാണ്. അതായത് നമ്മുടെ 2 ട്രാൻസ്ഫോമേഴ്സും പിന്നെ അനങ്ങുന്നതല്ല, 2 പേരും ഒരു ടെലിപ്പോർട്ടേഷൻ മിഷനിൽ കയറിയിട്ട് ഇതേപോലെ യാത്ര പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് നമ്മുടെ 3.9 അപ്ഡേറ്റ് വരാൻ പോകുന്ന മേജറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഒരുപാട് അപ്ഡേറ്റ്സ് അറിയിക്കാനുണ്ട്, അതെല്ലാം വരുന്ന വീഡിയോസിലിടാം. ഇപ്പം തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയി. നമുക്ക് ഇനിയും ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് കാണാനായിട്ട് ദയവേത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്കൊരു സപ്പോർട്ടും ഒരുപാട് ഇൻഫർമേഷൻ തരാനായിട്ടുള്ള ഒരു കറേജും ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ ബൈ കൂട്ടുകാരെ.